നമസ്കാരം. സർവദേവതാ പ്രീതികരമാണ് വിളക്ക് തെളിയിക്കുന്നതിലൂടെ വന്നു ചേരുന്നത്. വിളക്കിലെ നാളം തെളിയുമ്പോൾ ആ വീട്ടിലെ ഈശ്വരാധീനം 10 മടങ്ങ് വർദ്ധിക്കുക തന്നെ ചെയ്യും. ശ്രീദേവി മഹാലക്ഷ്മി ആ വീടുകളിലെ വിളങ്ങുന്നതാണ്. ഇതിനാൽ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു പരിധിവരെ വഴിമാറി പോവുക തന്നെ ചെയ്യും. ജീവിതത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. ഉയർച്ചയും അംഗീകാരങ്ങളും ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതുമാകുന്നു. നിത്യവും 2 നേരം വിളക്ക് വയ്ക്കുന്ന വീടുകളിൽ ദൈവിക ചൈതന്യം തന്നെ വിളങ്ങുന്നതായി ഏവർക്കും അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇതിനാൽ തന്നെ 2 നേരം ഏവരും വിളക്ക് കൊളുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജീവിത സാഹചര്യത്താൽ വിളക്ക് 2 നേരം തെളിയിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ മാത്രം 1 നേരം നിർബന്ധമായും വിളക്ക് തെളിയിക്കുക. അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. എന്നാൽ വിളക്ക് കൊളുത്തുമ്പോഴും കെടുത്തുമ്പോഴും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി തിരിയുമായി ബന്ധപ്പെട്ട് വിളക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഒരു തിരി മാത്രം ഇട്ട് പലരും വിളക്ക് തെളിയിക്കുന്നതാണ്. എന്നാൽ ഇത് അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത് ദോഷമാണ് എന്ന് അവരെ അറിയിക്കേണ്ടതാകുന്നു. കാരണം മഹാവ്യാധി തന്നെ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും. ഒരു ദിശയിലേക്ക് മാത്രമായി തിരി ഇടുന്നവർ 2 തിരികൾ കൈകൂപ്പും വിധം ഒരു ദിശയിലേക്ക് തന്നെ ഇടുക. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. 5 തിരിയിട്ട് 2 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നവരും ഉണ്ടാകുന്നതാണ്. 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഭദ്രദീപം എന്നാണ് 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുക അഥവാ അറിയപ്പെടുക. ഇത് വിശേഷാൽ ദിവസങ്ങളിൽ ഏതെങ്കിലും വിശേഷാൽ ദിവസങ്ങൾ വന്നു ചേരുമ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഈ വിളക്ക് തെളിയിക്കുന്നത്, ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാകുന്നു. ഇനി ഓരോ തിരിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു തിരിയിട്ട് വിളക്ക് തെളിയിച്ചാൽ മഹാവ്യാധി തന്നെയാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക. 2 തിരിയിട്ട് വിളക്ക് തെളിയിച്ചാൽ ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. 3 എങ്കിൽ ആലസ്യമാണ് ഫലമായി വന്നു ചേരുക. ആ വീടുകളിൽ പല രീതിയിലുള്ള ആലസ്യം, ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. അതേപോലെ തന്നെ 4 തിരിയിട്ട് വിളക്ക് ആരെങ്കിലും തെളിയിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആ വീടുകളിൽ ദാരിദ്ര്യം വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന് തന്നെയാണ്. അതിനാൽ ആ കാര്യവും ഏവരും ഓർക്കുക. ഇനി 5 തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ ഭദ്രദീപമാകുന്നു. സർവ്വ ഐശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. എന്നാൽ 2 നാളം ഇട്ട് വിളക്ക് തെളിയിക്കുന്നവർ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഭൂരിപക്ഷം വ്യക്തികളും 2 തിരിയിട്ട് തന്നെയാണ് അഥവാ 2 നാളമാണ് വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിക്കുക. ഭൂരിപക്ഷം വ്യക്തികളും 2 തിരിയിട്ട് തന്നെയാണ് വിളക്ക് തെളിയിക്കുക. ഇങ്ങനെ തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണ് നാം തിരിയിടേണ്ടത് എന്ന കാര്യം ഓർക്കുക. സൂര്യഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിലേക്ക് വന്നു ചേരും. എന്നാൽ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ ഏറ്റവും വിശേഷമായി പറയുന്നത് നെയ്യ് തന്നെയാകുന്നു. നെയ്യിട്ട് നിത്യവും വിളക്ക് തെളിയിച്ചാൽ ആ വീടുകളിൽ സർവ്വ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിറയും എന്നാണ് പറയുക. കൂടാതെ വെളിച്ചെണ്ണ ഉപയോഗിച്ചും വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതും ശുഭകരമായ ഫലങ്ങൾ നൽകും. എന്നാൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടും പരിസരവും അടിച്ചു വാരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. തുടച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിളക്കിന് മുൻപിലായി തന്നെ കിണ്ടിയിൽ ശുദ്ധജലം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നമ്മുടെ വലത്തുവശത്തായാണ് വിളക്ക് അഥവാ കിണ്ടി വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. തുളസിയിലയിട്ട് വയ്ക്കുക. ശേഷം ഈ തുളസിയില ഇട്ട ജലം
സേവിക്കുന്നത്, കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. അതേപോലെ പുഷ്പങ്ങൾ ഇട്ട് വയ്ക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. കൂടാതെ വിളക്ക് കിടത്തുമ്പോൾ അഥവാ അണയ്ക്കുന്ന അവസരത്തിലും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലർക്കും അബദ്ധങ്ങൾ പിണയുന്ന ഒരു സമയമാണ് ഇത്. എണ്ണയിലേക്ക് തിരി വലിച്ചിട്ടതിന് ശേഷം കിടത്തുക അഥവാ അണയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പലരും പുഷ്പങ്ങൾ ഉപയോഗിച്ച് അണയ്ക്കുന്നതാകുന്നു. പുഷ്പങ്ങൾ കരിയുന്നത് ദോഷകരമാണ്. അത് നെഗറ്റീവ് ഊർജം വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. കൈകൊണ്ട് തട്ടിക്കെടുത്തുന്നതും ദോഷകരമാകുന്നു. അപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്രകാരം ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഊതിക്കെടുത്തരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തിരി പിന്നിലേക്ക് വലിച്ചതിന് ശേഷം കിടത്തുക അഥവാ അണയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കരിന്തിരി കത്തുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് ഊർജം ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും. എണ്ണ കഴിയുന്നതുവരെ വിളക്ക് കെടുത്തുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾ വിളക്കിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. രാവിലെയും അതേപോലെ തന്നെ സന്ധ്യയ്ക്കും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു. എന്നാൽ ഏവർക്കും ഇപ്രകാരം സാധിക്കണം എന്നില്ല. അതിനാൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കരിന്തിരി കത്തുകയാണ് എങ്കിൽ ഉടനെ തന്നെ ക്ഷമാപണ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കരിന്തിരി കെടുകയാണ് എങ്കിൽ 3 തവണ കെടുന്നത് ശത്രുദോഷം, ദുരിതം എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാകുന്നു. കൂടാതെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, ദുരിതങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെ പറയാം. തിരി കെടുകയാണ് എങ്കിൽ തിരി മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീണ്ടും ആ തിരി തന്നെ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. പഴയ തിരിയുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഉപയോഗിച്ച തിരി വീണ്ടും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ചിലർ രാവിലെ ഉപയോഗിച്ച തിരി തന്നെ വൈകുന്നേരവും ഉപയോഗിക്കും. അത്തരത്തിൽ ചെയ്യുന്നത് അതീവ ദോഷകരമാകുന്നു. അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. പുതിയ തിരി തന്നെ നിങ്ങൾ വീടുകളിൽ നിത്യവും തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് ഇതിലൂടെ വന്നു ചേരുക. അതായത് പഴയ തിരി തന്നെ വീണ്ടും തെളിയിച്ചാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഐശ്വര്യം നശിക്കുന്നതിനും അത് കാരണമാകുന്നു. അതിനാൽ നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ പുതിയ തിരി തന്നെ ഏവരും എടുക്കേണ്ടതാകുന്നു. കൂടാതെ ഉപയോഗിച്ച തിരിയുമായി ബന്ധപ്പെട്ടും നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഉപയോഗിച്ച തിരി പലരും പല രീതിയിലാണ് കളയുക. ഇത്തരത്തിൽ കളയുന്നത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ചവിട്ടാത്ത ഇടത്ത് കളയണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തിരി ചവിട്ടുന്നത് അതീവ ദോഷകരമാകുന്നു. അതിനാലാണ് ഇപ്രകാരം പറയുന്നത്. ഇനി അങ്ങനെ ഒരു സ്ഥലമില്ല എങ്കിൽ ചെടിയുടെ താഴെ, അതായത് ചെടിച്ചട്ടിയുടെ താഴെ വയ്ക്കുന്നത്, കളയുന്നത് ശുഭകരമാകുന്നു. നിത്യവും പൂജാമുറിയിൽ നിന്നും മാറ്റുക എന്ന കാര്യമാണ് പ്രഥമമായും നാം ചെയ്യേണ്ടത്. അതേവരും ശ്രദ്ധിക്കുക. കൂടാതെ പലരും വലിച്ചെറിയുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഭദ്രമായി തന്നെ സൂക്ഷിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ കളയുക എന്ന കാര്യവും ഏവരും ചെയ്യേണ്ടതാകുന്നു. നിത്യവും കളയുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. ഒഴുക്കുള്ള ജലത്തിൽ കളയുന്നതും ശുഭകരം തന്നെയാണ്. ആ കാര്യവും ചെയ്യാവുന്നതാണ്. കൂടാതെ സാമ്പ്രാണി പുകയ്ക്കുന്നുണ്ട് എങ്കിൽ ബാക്കി വരുന്ന എണ്ണയും തിരിയും അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനും ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പ്രധാനമായും തിരിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും ബാക്കി വന്ന എണ്ണയും തിരിയും സാമ്പ്രാണി പൊഴിക്കുമ്പോൾ കത്തിക്കുന്നത് ശുഭകരമാകുന്നു.